ബിപിൻ കൃഷ്ണ ആദ്യമായി സംവിധാനം ചെയ്ത 2022 ഒരു മലയാള ക്രൈം ത്രില്ലർ ചിത്രമാണ് 21 ഗ്രാംസ്. ഇതിലെ കൊലപാതക പരമ്പരകൾ അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അനൂപ് മേനോൻ. രഞ്ജി പണിക്കർ, ലിയോണ ലിഷോയ്, അനു മോഹൻ, അജി ജോൺ, ചന്തുനാഥ് ജി നായർ, രഞ്ജിത്ത് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. വിനായക് ശശികുമാർ എഴുതിയ വരികൾക്ക് ദീപക് ദേവാണ് സൗണ്ട് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. ആത്മാവ് ഭാരമുള്ളതാണോ? മനുഷ്യരാശിയുടെ പരിണാമം മുതൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സംശയമാണിത്. ആത്മാവ് എന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയിരിക്കും? അതിന് ഭാരമുണ്ടാകുമായിരുന്നു. നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം മനുഷ്യാത്മാവിന് 21 ഗ്രാം ഭാരമുണ്ടെന്ന് ഒരു ഡോക്ടർ അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ ധാരാളം പുസ്തകങ്ങളും സിനിമകളും വന്നത്. നവാഗതനായ ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്ത 21 ഗ്രാംസ് വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളുമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ചിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് നന്ദകിഷോർ. ഏക മകളുടെ മരണശേഷം ഭാര്യ ഗൗരിയോടൊപ്പം ദുഃഖകരമായൊരു ജീവിതം നയിക്കുകയാണ് നന്ദകിഷോർ. ഗൗരിയുടെ സഹോദരൻ വിനയ് അവരോടൊപ്പം താമസിക്കാനെത്തുന്നു. നഗരത്തിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറായിരുന്ന അഞ്ജലി എന്ന സ്ത്രീയുടെ മരണമാണ് നന്ദൻ അന്വേഷിക്കുന്നത്. കൊലപാതകമായി കണക്കാക്കപ്പെടുന്ന അഞ്ജലിയുടെ മരണത്തിൻ്റെ അടുത്ത ദിവസം അവളുടെ സഹോദരൻ മാർട്ടിനെയും അവൾ കൊല്ലപ്പെട്ട അതേ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. നന്ദകിഷോറും സഹായി സണ്ണിയും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിക്കുന്നു. മാർട്ടിൻ്റെ മുൻ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ജിമ്മി ചെറിയാനെ അയാൾ സംശയിക്കുന്നു. അതിനിടയിൽ അവിടെയുള്ള ഒരു പ്രാദേശിക ഗുണ്ടയായ മുരുകനെ നന്ദൻ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ മുരുകൻ നിരപരാധിയാണെന്ന് നന്ദനോട് പറയുന്നു. കൊലപാതകങ്ങൾക്ക് ശേഷം ടിപ്പർ ടോണി എന്ന മറ്റൊരു ഗുണ്ടയെ കാണാതായെന്നും അയാൾ പറയുന്നു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച DNA സാമ്പിളുകൾ ടോണിയുമായി പൊരുത്തപ്പെടുന്നു. അഞ്ജലിയുടെ കൊലയാളികളിൽ ഒരാളും മാർട്ടിൻ്റെ കൊലയാളിയുമായി അയാൾ തിരിച്ചറിയപ്പെടുന്നു. ടോണിയുടെ വ്യാജ സിം കാർഡിൽ നിന്ന് അഞ്ജലിയുടെ മരണദിവസം ഒരു പാർട്ടി നടന്ന പ്രശസ്ത ഹോട്ടലിൻ്റെ ടവർ ലൊക്കേഷനിലുള്ള മറ്റൊരു നമ്പറിലേക്ക് ഒരു കോൾ വന്നതായി നന്ദൻ മനസ്സിലാക്കുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉടമയായ ജോൺ സാമുവലിൻ്റെ സ്റ്റാഫും വിശ്വസ്ത സഹായിയുമായ നിഖിലിനോട് പാർട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്ന നന്ദൻ രാത്രി 11 മണിക്ക് ശേഷം ദൃശ്യങ്ങളൊന്നും കണ്ടെത്താനായില്ല. ടോണിക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു കൊലയാളി കഴുത്തറുത്ത രീതിയിൽ നിന്നും അയാൾ ഇടങ്കയ്യനാണെന്ന് നന്ദൻ ഊഹിക്കുന്നു. പാർട്ടിയിൽ പങ്കെടുത്ത മറ്റതിഥികളുടെ ലിസ്റ്റ് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം നിഖിലിനെ തൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അതിനിടയിൽ നിഖിൽ ഒരു ഇടങ്കയ്യനാണെന്ന് കണ്ടെത്തുന്നു. നിഖിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഉടൻ വിരലടയാളം ശേഖരിക്കുകയും അയാൾ കൊലയാളിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. തിരികെ പോകുമ്പോൾ ഒരു കാർ നിഖിലിനെ പിന്തുടരുന്നു. അടുത്ത ദിവസം കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അഞ്ജലിയുടെ ഫോണിൽ നിന്ന് സഹോദരൻ മാർട്ടിൻ അയച്ച ഒരു വീഡിയോ നന്ദൻ കണ്ടെത്തുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്ന കുട്ടികളിൽ അനധികൃത മയക്കുമരുന്ന് പരീക്ഷണങ്ങൾ നടത്തിയതായുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും അതിൻ്റെയൊക്കെ സൂത്രധാരൻ ജോൺ സാമുവലാണെന്നും പത്രപ്രവർത്തകൻ ഷിഹാബ് അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചതായും നന്ദൻ കണ്ടെത്തുന്നു. അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ഷിഹാബ് മരിക്കുന്നു. ആ ദിവസം തന്നെ നിഖിലും ടോണിയും ചേർന്ന് അഞ്ജലിയെ കൊലപ്പെടുത്തുന്നു. പക്ഷേ അവർക്ക് രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അഞ്ജലിയുടെ വീഡിയോ സന്ദേശത്തിലെ സൂചനകളെ തുടർന്ന് ഫയലുകൾക്കായി തിരയുന്നതിനിടെ പിറ്റേന്ന് അവളുടെ സഹോദരൻ മാർട്ടിനും കൊല്ലപ്പെടുന്നു. ഇതിനിടയിൽ നന്ദൻ മറ്റൊരു സത്യം കൂടി കണ്ടെത്തുന്നു. നന്ദൻ്റെ മകളും അതേ ആശുപത്രിയിൽ വെച്ച് അതേ മയക്കുമരുന്ന് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് മരണപ്പെടുന്നത്. അഞ്ജലിയും ഷിഹാബും ആരംഭിച്ചത് പൂർത്തിയാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. കൊലപാതകങ്ങൾക്കും മയക്കുമരുന്ന് പരീക്ഷണങ്ങൾക്കും പിന്നിൽ ജോൺ സാമുവലാണ് എന്നതിനാൽ ജോൺ സാമുവലിനെ അറസ്റ്റ് ചെയ്യാൻ നന്ദൻ പ്ലാനിടുന്നു. പക്ഷേ പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നിന്ന് തെളിവുകൾ അപ്രത്യക്ഷമാകുന്നു. ഒരു പഴയ കോണ്ടസക്കാരിൽ വന്ന ഒരാൾ നിഖിലിൻ്റെ മരണദിവസം ഉൾപ്പെടെ അഞ്ജലിയുടെ ശവകുടീരത്തിൽ പലതവണ റീത്തുകൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചതായി നന്ദൻ മനസ്സിലാക്കുന്നു. കൊലയാളി അഞ്ജലിയുമായി വളരെ അടുപ്പമുള്ള ഒരാളാണെന്ന് അയാൾ സ്ഥിരീകരിക്കുന്നു. റീത്തുകൾ അവളുടെ പ്രിയപ്പെട്ട പൂക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് നിഖിലിനെ പിന്തുടർന്ന കാർ പോലീസ് കണ്ടെത്തി. അത് പുതിയതാണെന്നും അത് വിനയുടേതാണെന്നും കണ്ടെത്തി. നിഖിലിനെ കൊല്ലാൻ വിനയ് ആഗ്രഹിച്ചിരുന്നെങ്കിലും
കൊന്നത് താനല്ലെന്ന് വിനയ് വെളിപ്പെടുത്തുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉടമ ജോൺ സാമുവൽ വിദേശത്ത് നിന്ന് വിമാനത്താവളത്തിലെത്തി കാറിൽ വീട്ടിലേക്ക് പോകുന്നു. നിഖിലിന്റെ കൊലയാളി ജോണിനെയും ലക്ഷ്യം വെച്ചിരിക്കാം എന്നതിനാൽ പോലീസ് അദ്ദേഹത്തിന് സുരക്ഷ നൽകുന്നു. വിനയ് അറസ്റ്റിലാവുകയും കൊലയാളി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് കരുതി പോലീസ് ജോൺ സാമുവലിന്റെ സുരക്ഷ പിൻവലിക്കുകയും ചെയ്യുന്നു. ജോൺ സാമുവൽ നന്ദന് ഒരു കോൾ ചെയ്യുന്നു. അതിൽ തെളിവുകൾ ഒരിക്കലും ലഭിക്കാത്തതിനാൽ ജോണിനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് നന്ദൻ പരിഹസിക്കുന്നു. പഴയ കോണ്ടസ കാറിൽ വന്നയാൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും കൊലയാളി മാർട്ടിനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്ത ശേഷം ജോൺ ഉടൻ കൊല്ലപ്പെടുന്നു. പിന്നീട് മാർട്ടിൻ മരിച്ചിട്ടില്ലെന്നും അഞ്ജലിയുടെ അപ്പാർട്ട്മെന്റിൽ ഫയലുകൾക്കായി തിരയുന്നതിനിടെ ടോണി മാർട്ടിനെ ആക്രമിച്ചെങ്കിലും ടോണിയെ മാർട്ടിൻ കൊലപ്പെടുത്തി ശരീരം കത്തിച്ചു. അഞ്ജലിയുടെയും മാർട്ടിൻ്റെയും അമ്മാവനായ ഒരു പുരോഹിതനാണ് മൃതദേഹം മാർട്ടിൻ്റേതെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു അപകടത്തെ തുടർന്ന് ടോണിയുടെ കാലിൽ ഒരു മെറ്റൽ റോഡ് പിടിപ്പിച്ചിരുന്നു. ടോണിയുടെ കാലിലും ഒരു മെറ്റൽ റോഡ് ഉണ്ടായിരുന്നു. ടോണിയുടെ മൃതദേഹം മാർട്ടിൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പുരോഹിതൻ ഐഡന്റിഫൈ ചെയ്തത്. മാർട്ടിൻ ടോണിയാണെന്ന വ്യാജേന നിഖിലിനെയും ജോണിനെയും കൊലപ്പെടുത്തുന്നു. മാർട്ടിൻ ചെയ്തത് ശരിയാണെന്ന് കരുതി നന്ദൻ തൻ്റെ കണ്ടെത്തലുകൾ മറച്ചുവെക്കുന്നു. കഥയുടെ അവസാനം സണ്ണിയിൽ നിന്ന് നന്ദന് ഒരു കോൾ വരുന്നു. ഒരു പഴയ കോണ്ടസ കാർ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും ഡ്രൈവറുടെ മുഖം വ്യക്തമല്ലെന്നും പറയുന്നു.